ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇന്നലെ പോയിട്ടൊരു കാര്യം നടക്കാതെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് പാർലറിലോട്ടാണ് കേട്ടോ. ഇന്നലെ പോയിട്ട് വേറൊരു പാർലറിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണാനില്ലായിരുന്നു. അതുപോലെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ നിന്നില്ല. കുറച്ച് ടൈം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നേരെ ഇങ്ങ് പുറത്തിറങ്ങിയായിരുന്നു ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണേ. ഈ ഒരു പാർലറിലോട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഈ പാർലർ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാറൻ നജയിലാണ്. ഷാറൻ നജയിൽ നിന്ന് നേരെ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഇതിനകത്ത് തന്നെയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ലേഡി ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഇവിടെ ഇന്ന് വലിയ തിരക്കൊന്നും കാണത്തില്ല. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അവിടെ എപ്പോഴും പോയിരുന്നാലും നല്ല തിരക്ക് തന്നെയാണ്. അപ്പം ഞാൻ ഈ സ്ഥലം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് മലയാളികളുള്ള പാർലർ ഏതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ഥലവും കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഇന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഷാറൻ നജയിൽ നിന്ന് ഇങ്ങോട്ടാണെന്ന് പറയാൻ കാരണം അതാണ്. അവിടെ ആകുമ്പോൾ ഒരു മലയാളി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാമറ അലൗഡ് അല്ല എങ്കിൽ പോലും അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് പോകാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ ക്ലാരിറ്റി ആയിട്ടുള്ളൊരിതില്ലായിരുന്നു. കാരണം എൻ്റെ ഫോൺ അത്ര ബെറ്റർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ആ ഒരു ക്ലാരിറ്റി വരാതിരുന്നത്. അപ്പോൾ ഞാൻ പോയി. ഇപ്രാവശ്യം മോളെയും കൂട്ടിയിട്ടില്ല. കാരണം മോളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മോൾക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മോളെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഒരു ദിവസം അവളെ കൊണ്ടുവരണം. അവളുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പാത്തൂനെയും കൊണ്ടുവരണം. അപ്പോൾ ഞാൻ പോയപ്പോൾ ഇവരുടെയൊക്കെ ഫേസ് വരുന്നതിൽ ഇവർക്കൊന്നും പ്രോബ്ലം ഇല്ല എന്നുള്ളൊരിത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാലും ഞാൻ നല്ല ഇതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞാവയ്ക്ക് മാനിക്യൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അല്ലാതെ പിന്നെ ഇവിടെ വേറൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിക്യൂറിൻ്റെ സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത് ഫത്തൂറാന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബില്ല് എന്തായാലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ആ സ്റ്റെയർ കേസ് കയറി ഇങ്ങനെ മുകളിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സ്ക്രബൊക്കെ ചെയ്ത ആ ലേഡിയാണ് കേട്ടോ. അപ്പം മൈലാഞ്ചിയൊക്കെ ഇടുന്നത് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ തന്നെ ഇടുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഫേസ് വരുന്നതല്ല, ഇവർക്ക് പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇവരുടെ ഫേസ് കാണിക്കുന്നത്. അത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ ഫേസ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ വരണ്ട. അവർക്ക് പ്രോബ്ലം ഇല്ലയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ത്രെഡിങ്ങിൻ്റെ ഇതിന് വേണ്ടി ഞാൻ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുകയാണേ. അവിടെ പോയപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ എല്ലാവർക്കും പനി, ഓരോ സ്ഥലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ഇതാണ് കാണാൻ പറ്റിയത്. അവിടുത്തെ സ്റ്റാഫിനെല്ലാം പനിയായിരുന്നു. പക്ഷേ പിന്നെയാണ് ഞാൻ വിചാരിച്ചത്, അതായത് പോയ ശേഷമല്ലേ ഞാനിത് അറിഞ്ഞത്, അല്ലെങ്കിൽ ഞാനന്ന് പോകത്തില്ലായിരുന്നു. കാരണം പനി ആയിക്കഴിഞ്ഞാൽ കൊച്ചിനും കൂടെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും, മോളുടെ ക്ലാസ് പോകും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ എന്നാലും പോയതല്ലേ എന്നും പറഞ്ഞ് പോയിരുന്നതിന് ശേഷമാണ് പനിയാണെന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, പോയതിന് വേണ്ടി പിരിയും ത്രെഡ് ചെയ്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർലറിൽ പോക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഈ അടുത്ത നാളിലാണ് കേട്ടോ. ഞാനല്ലാതെ എപ്പോഴും ഇങ്ങനെ മാസം പാർലറിൽ പോവുകയും അങ്ങനെയുള്ള ആളെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാനിങ്ങനെ പാർലറിലൊക്കെ പോക്ക് തുടങ്ങിയതും അങ്ങനെയൊക്കെ ഉള്ളൊരിത് എനിക്ക് തോന്നി തുടങ്ങിയത് ഇപ്പോഴാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിരിയൊക്കെ ത്രെഡ് ചെയ്ത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേദനയാണ്. എനിക്കാണെങ്കിൽ അടുത്തൂടെ പോയാൽ മതി. അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മതിയാക്കുന്നില്ല. മലയാളിയായതുകൊണ്ട് നമുക്ക് ചേച്ചി എന്നൊക്കെ വിളിക്കാം, കുഴപ്പമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തോട്ട് താഴോട്ട് ഇറങ്ങാൻ പോവേണേ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് കേട്ടോ വന്നത്. ഒരു ഫേഷ്യൽ ചെയ്യണം, അതുപോലെ പെഡിക്യൂർ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരിതിലാണ് വന്നത്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒരു സ്ക്രബും കൂടെ ചെയ്തിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം. എനിക്കാണ് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ഏകദേശം കഴിയാറൊക്കെ ആയിട്ടുണ്ട്. ശരിയായാ ഇല്ലേന്നൊന്നും എനിക്കറിയാൻ വയ്യ. മിറർ കയ്യിൽ തന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കിയിട്ട് എന്താണ് ഫാൾട്ട് എന്നുള്ളത് പറഞ്ഞു കൊടുത്ത്, എങ്ങനെ വീതി വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരുവിധം അതുമൊക്കെ ലെവലാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനുള്ളതിലാണ്. പിന്നെ ഞാൻ നേരെ താഴെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ജസ്റ്റ് സ്ക്രബും കൂടെ ചെയ്തിട്ട് പോകാമെന്നുള്ളൊരിത്. അങ്ങനെ ഞാൻ പറഞ്ഞു സ്ക്രബ് കൂടെ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനും ടോക്കൺ എടുത്തിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുകയായിരുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടി പിരിയൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണിത്. ഈ പിരിയം ത്രെഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്കതിപ്പോൾ 2-3 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് തന്നെ എനിക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും ആ ഒരിത് പെർമനൻ്റായിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇനി അങ്ങനെ എന്തെങ്കിലും തന്നെ ചെയ്യണം. പിന്നെ ഞങ്ങളെന്നാൽ എപ്പോഴും വായിൽ വരുള്ളൂ. കാരണം മോൾ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അങ്ങനെ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ നേരെ താഴെ ഇറങ്ങി വന്ന് ടോക്കൺ എടുത്തിട്ട് ഞാൻ ഇവരുടെ അടുത്തോട്ട് പോയി. ഇവരാണ് പ്രാവശ്യം കാലിൽ സ്ക്രബൊക്കെ ചെയ്യാൻ വേണ്ടി ടോക്കൺ ഇവരുടെ കയ്യിലാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇവരുടെയൊക്കെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് തന്നെ എന്തോ ഒരിത്, എന്നാലും അവരവരുടെ ഇതിൽ നിൽക്കുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഒരുപാട് ഇതുമില്ല, ഒരു 3-4 ഇത് മാത്രം. അതായത് ആദ്യം ഇതുപോലെ സ്ക്രബ് ഇട്ട് ഇതൊന്നാക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒരു സ്പ്രേ കാര്യങ്ങൾ, വീണ്ടും ഒരു ക്രീം, പിന്നെ ഒരു ബോഡി ലോഷൻ, അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു റിലാക്സാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വരുമ്പോഴത്തേക്ക് അത് പെഡിക്യൂർ, നന്നായിട്ടൊരു പെഡിക്യൂർ ചെയ്യിക്കണം, ഒരു മാനിക്യൂർ ചെയ്യിക്കണം, ഒരു ഫേഷ്യൽ ചെയ്യിക്കണം എന്നൊക്കെ ഉള്ളൊരിതിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് ചെയ്യാം എന്നുള്ളൊരിതാണ്. എന്തായാലും ഇനി ഒരെണ്ണം ഇതൊക്കെ ചെയ്ത് നോക്കണം, കാരണം ഇതൊക്കെ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ ചെയ്യുന്നത് സ്ക്രബാണ്, ജസ്റ്റ് അതിൽ നിന്ന് സ്ക്രബ് എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് കണക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രേ അടിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്രീം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡി ലോഷൻ, പിന്നെ വേറെ എന്തോ ഒരു റോസ് കളറിലെ ഒരു സംഭവം ലാസ്റ്റ് എൻ്റെ കാലിലുണ്ടായിരുന്നു കേട്ടോ. ഇനി വന്നപ്പോഴത്തേക്ക് എൻ്റെ കാല് റോസ് കളറിലായിരുന്നു ഇരുന്നത്. ഇല്ല, നമ്മൾ കളറ് കലക്കി വെച്ചിട്ട് അതിനകത്ത് ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും റോസ് കളർ, അതേപോലെ എൻ്റെ കാലിനകം ഇരുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അത് എനിക്ക് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അത് 2 ദിവസം കഴിവിയപ്പോഴത്തേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, അത് പോവാതെയൊന്നും വരുന്നില്ല, അത് പോയായിരുന്നു. അപ്പോൾ നന്നായിട്ടൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോഴിതാ കാലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി നീറ്റാക്കി ആ സ്ക്രബിൻ്റെ ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാല് കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നിയായിരുന്നേ. അപ്പോൾ പിന്നെ ഒരു അടിപൊളി പെഡിക്യൂറും കൂടി ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് വേറെ ഒരുപാട് പ്രോഗ്രാമുണ്ട്, വണ്ടി വെളിയിൽ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പോകണമെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഞാൻ 10 മിനിറ്റ് എന്നും പറഞ്ഞ് ഞാൻ പാർലറിൽ കയറിപ്പോയ ഞാനാണ്. ശരിക്കും പറഞ്ഞാൽ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം 1 മണിക്കൂർ എടുത്ത്, 3/4 മണിക്കൂർ കുറഞ്ഞതെടുത്ത്. അതായത് 5:15 ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്നത് 6 മണി കഴിഞ്ഞ്. ഏകദേശം 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് കയറിപ്പോയതാണ്, അതാണ് അങ്ങനെ പറയാൻ കാര്യം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കാലെല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി സോക്സ് വരെ ഇട്ട് എന്ന് എല്ലാം ക്ലിയർ ആക്കിയാണ് വിട്ടത്. അല്ലാതെ പറയാതിരിക്കാൻ വയ്യ, സർവീസൊക്കെ സൂപ്പറായിരുന്നു, ഒരു കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിട്ട് 1-2 എന്താ പറയുക, അല്ലെങ്കിൽ അത് ഞാൻ പിന്നെ പറയാം എന്താണെന്ന്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഈ ഇടുന്നത് ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ, കാലിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് തരുന്നത്. പക്ഷേ സാധാരണ ഞാൻ ഓപ്പൺ ഷൂവിൽ നമുക്ക് സോക്സ് ഇല്ലാതെ എനിക്ക് പുതിയ ഷൂ ഒക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് കാല് ഭയങ്കര വേദനയാണ്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഇട്ടിട്ട് ഞാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒരിതും തോന്നിയില്ല. അത്യാവശ്യം നല്ല ഒരിതായിരുന്നു. അത്രയും ഞാൻ ഒരുപാട് ടൈം നടന്നിട്ടും എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലായിരുന്നു. പക്ഷേ മറ്റത് ഞാൻ ആ ഒരു സോക്സ് ഇടാതെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ 2-3 റീൽസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങിയാണ് കേട്ടോ. തിരിച്ചിറങ്ങിയിട്ട് വണ്ടി പുറത്തുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. പക്ഷേ അങ്ങനെയല്ല, വണ്ടി അത്യാവശ്യം ദൂരെയാണ് കിടന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള നടത്തമാണ് ഇനി നേരെ നടക്കുന്നത്. അപ്പോഴിതാ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് കുറേ ഫ്രണ്ടിലോട്ട് വന്നാൽ മതി, വണ്ടി ഇവിടെ സൈഡിലുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇരുട്ടി രാത്രിയായി തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ പോയി നേരെ പോയി വണ്ടിയിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ഇന്നലെ ഓഫറില്ല, പകരം ഇന്നാണ് ആ ഓഫർ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഓഫറുള്ള സ്ഥലത്തോട്ടാണ് പോകുന്നത്, വേറെ എങ്ങുമല്ല കേട്ടോ, നെസ്റ്റോയിൽ തന്നെ. ഇന്നും ഇന്നലെയൊക്കെ എന്താ നെസ്റ്റോയിൽ എന്നായിരിക്കുമല്ലേ. ഇന്നലെ ഞാൻ പോയി അത്യാവശ്യം കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നിനി ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാതെ ഇനി ആരെങ്കിലും എടുത്തിട്ട് പോയാന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇന്നലെ ഞാൻ കുറേ സമയം നിന്നാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് മാറ്റി വെച്ച ഐറ്റംസ് ആയിരുന്നേ. എനിക്ക് ഒരു പിടിയുമില്ല.
ഞാൻ പിന്നെ അതിനകത്ത് കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അതെല്ലാം ഒക്കെ നോക്കി പറക്കിയെടുത്ത് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒറ്റ ഐറ്റംസ് കാണാനില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എടുത്തു വെച്ച എല്ലാം ഒരു ഇത് ബോക്സിനകത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ പിന്നെ അതെല്ലാം ഒക്കെ ഞാൻ എടുത്ത് ഇനി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ബില്ലിടണം, ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ കയറി അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുള്ളത് കുറച്ച് ഫിഷും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇന്നലെ നമ്മൾ ഇതൊക്കെ എടുത്തതല്ലേ, അതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വരെയാണ്. വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്, അതായത് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടി പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു, റിട്ടേൺ തിരിച്ച് വരാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴും ഞാൻ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്താലേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വണ്ടി വന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചതെല്ലാം ഒക്കെ എടുത്ത് വെച്ച് ഞാൻ പോവേണ് റൂമിലോട്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.